പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു പരാജയം വന്നിട്ടുണ്ട്. സംശയമൊന്നുമില്ല. ആ ജനവിധി ഞങ്ങൾ ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, വിനയത്തോടുകൂടി ഉൾക്കൊള്ളുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനമായും നമുക്ക് കാണേണ്ടത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ആ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന പാർട്ടി അംഗങ്ങളോ അങ്ങനെയുള്ളതല്ല. ഇടതുപക്ഷത്തിനോട് അനുഭാവമുള്ള, സ്നേഹിക്കുന്ന, എക്കാലത്തും സ്നേഹിക്കുന്ന ആളുകൾ, ജനവിഭാഗങ്ങളുണ്ട്. അവര് ഇടതുപക്ഷത്തുനിന്ന് അകന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അകലം കാണിച്ചു എന്നുള്ളത് ശരിയാണ്. അത് യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് അകലം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവർ തരുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് ആ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വന്നു, പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷയുണ്ട്, ജനങ്ങളുടെ ഒരു പ്രതീക്ഷ നൽകേണ്ട, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അല്പം ഈ അനുഭാവികളായിട്ടുള്ളത് അങ്ങ് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണെന്നുള്ളത് പരിശോധിച്ച് അതിന് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ അത് കൂടിയാലോചിച്ച് എടുത്തേണ്ട തിരുത്തലുകളാണ്. എവിടെയാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളുണ്ട്. കോട്ടയത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം, കോട്ടയവും പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തുടനീളം നടന്ന ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ ഉണ്ട്. ആ പൊളിറ്റിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ അതിനെ പറഞ്ഞു, ആ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രതീക്ഷയുണ്ട്. അതുകൂടാതെ ഇന്ന് BJP അധികാരത്തിൽ ഇറക്കണം, ആ BJP അധികാരത്തിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്പർ 1 പാർട്ടിയായിട്ട് വന്ന ആളെ മാത്രമേ ഉള്ളൂ അവിടെ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് വിളിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടിക്ക് വേണം വോട്ട് ചെയ്യാൻ. ഈ 2 ആസ്പെക്ട്സ് ആണ് അവിടെ. നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അത് തോമസ് ചാഴിക്കാടൻ അത് യോഗത്തിൽ അത് ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. അത് പ്രാദേശികമായ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടാക്കിയത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസംഗം കൊണ്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല, ഒരിക്കലുമില്ല. അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഈ പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതും എല്ലാ കാര്യങ്ങളും വിലയിരുത്തി, ആ വിലയിരുത്തിനകത്തുള്ള തീരുമാനം ഇങ്ങനെയാണ്. പൊളിറ്റിക്കൽ ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അറിയിപ്പ് ഇതൊരു കൂട്ടുത്തരവാദിത്തത്തോടുകൂടി പോകേണ്ടതാണ് എന്നുള്ളത്.